ഷിയാബേ, നിങ്ങൾ വീട്ടമ്മമാർക്ക് വേണ്ടി 6 ഉപയോഗമുള്ള ഒരു സാധനം കണ്ടുപിടിച്ചു പറഞ്ഞാൽ അതെന്താണ് ഏതാണെന്നുള്ള ഒന്ന് വിശദമായി കാണിച്ചു തരേ. ഇതാണ് ആ സാധനത്തിന്റെ ബേസ് ആയിട്ടുള്ള സാധനം. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ പിന്നെ അടുക്കളയിലെ സ്ലാബോ ടേബിളോ ഇതിനെ എവിടെ വേണമെങ്കിലും ഈ സാധനം വെക്കാം. എന്നിട്ട് അത് ആദ്യം ഒരു സാധനമുള്ള ചെരവനാക്കാണ്, പിന്നെ ഉള്ളത് ഒരു കത്തിയാണ്. അങ്ങനെ 3 സാധനമുള്ളത്. ഈ നമുക്ക് ആദ്യം ചെരവനാക്കനെ കാണിച്ചു തരാം. ചെരവനാക്ക ആദ്യം കണ്ടില്ല, ഇത് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി കിട്ടും. ഇവിടെ ലോക്കായി സാധനം. ഇത് ഇതിന് സേഫ്റ്റി ഗാർഡാണ്, അടുത്ത് റിമൂവ് ചെയ്യാം. ഇത് SS-ന്റെ നാക്കാണ്. SS-ന്റെ നാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിച്ചിരിക്കുന്ന റിബിറ്റ് അടക്കിയ SS ആണ്. തുരുമ്പ് പിടിക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്രക്ക് നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി സാധനമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് തേങ്ങ ചട്ടിയാൻ കാണിച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ കഴിയുന്നത്. എന്റെ മോളടക്കുന്നത് ചെയ്യാറുണ്ട്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉപയോഗം. ഒന്നാമത്തെ കണ്ടില്ലേ, ഞാൻ രണ്ടാമത്തെ കാണിച്ചു. ഓക്കെ, ഇത് നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് നമുക്ക് കുറെ തേങ്ങകൾ ചിരണ്ട വേണ്ട ആവശ്യം വരും. അപ്പൊ ഈ സാധനം ഇതിങ്ങനെ റിമൂവ് ചെയ്താൽ അതേമാതിരി പ്രതലത്തിൽ നേരെ തിരിച്ചു വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കാം. ഉണ്ടോ, ഇത്ര സിമ്പിൾ ആയി സാധനം വീണ്ടും ഇനി അതേ പ്രവർത്തനം. താഴെ എന്തെങ്കിലും പാത്രമോ ബക്കറ്റോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം തേങ്ങ ചിരവേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തൊരു പാത്രം വലിയൊരു പാത്രം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സ്റ്റൂൾമേ ഇരിക്കുക, ടേബിൾമേ ഇരിക്കുക, എന്തെങ്കിലും ഇരിക്കട്ടോ. ഓക്കെയാണ് കേട്ടോ, അത് വളരെ ഈസിയാണ്. ഈ നടുവേദന കാര്യങ്ങളും ഒന്നും വരില്ല. അങ്ങനെ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാനാണ്. മാറ്റി പെണ്ണുങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ സൗകര്യമാണ്. മൂന്നാമത്തെ ഉപയോഗം കാണിച്ചതാ. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതേപോലെ അങ്ങനെ ഇട്ട് അത് ലോക്കായി. ഇതൊരു കത്തിയാണ്. ഈ കത്തി എന്ന് പറഞ്ഞാലേ സാധാരണ കത്തിയല്ല, ലീഫിൽ അടിച്ച് പെരുങ്കല്ലിനെ കൊണ്ട് അടിച്ചുണ്ടാക്കിയ കത്തിയാണ്. നമ്മൾ ലോക്കൽ പട്ടയ കാര്യങ്ങളൊന്നല്ല, ഒറിജിനൽ ആലയിൽ വർക്ക് ചെയ്ത സാധനമാണ്. ഇതുകൊണ്ട് നമുക്ക് ഇതാ കണ്ടങ്ങള് ഇറച്ചിയൊക്കെ വളരെ സിമ്പിളായി ഇതാ കണ്ടാണ്. എത്ര ചെറിയ പീസും വേണ്ട, ചെറിയ പീസ് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മുറിച്ച് 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 ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് മീൻ മുറിച്ചാണ്ടോ, മീൻ എടുക്കുക, സിമ്പിളായിട്ട് മീനും മുറിക്കാം. പച്ചക്കറികളും ഉപയോഗിക്കാം. ഈസി ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നാലാമത്തെ ഉപയോഗം ഞാൻ കാണിച്ചത് അതേപോലെ തന്നെ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചത് എവിടെയെങ്കിലും സ്റ്റൂളിലോ ബെഞ്ചിലോ എവിടെ വേണമെങ്കിൽ വെക്കാല്ലേ, അതേമാതിരി വെക്കുക, ലോക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇരിക്കട്ടോ, ഇതിമേ കണ്ടോ, ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ തന്നെ ഇരിക്കണം നിർബന്ധമില്ല. അതേമാതിരി തന്നെ ഇരുന്നിട്ട് ഇതാണ്ടോ. ഇത്ര വളരെ സിമ്പിൾ ആണിത്. കേട്ടോ, സിമ്പിൾ ആയിട്ട് ഇറച്ചി മുറിക്കുക, പച്ചക്കറി പച്ചക്കറി ഇതൊക്കെ മനസ്സിലാണ്ടോ. എത്രേ ഉള്ളൂ അല്ലേ, സിമ്പിൾ ആയിട്ട്. നമ്മുടെ ഇവിടെ വെയിറ്റും കൂടി വരുന്നത് യാതൊരു പ്രശ്നമില്ലാതെ ഇങ്ങനെ കട്ടക്കടേന്ന് കട്ടായി പോകുന്നില്ല, കട്ടായിട്ട് പോകും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഏത് പച്ചക്കറി മുറിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പറയാൻ കാണിച്ചിട്ടുണ്ട്. ഈ സാധനം നല്ല ഊരിയാണ് ഇവിടത്തേക്ക്. എന്നിട്ട് ഇതിനെടുത്തിട്ട് ഇതാണ് സാധനം. അഞ്ചാമത്തെ കട്ടിംഗ് ബോർഡ്. അപ്പൊ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് സാധനം ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്യാം. ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ കട്ടിംഗ് ബോർഡിന്റെ ഉപയോഗമായി. ഇതിലിങ്ങനെ തടഞ്ഞു നിൽക്കുകയും ചെയ്യും. നമുക്ക് എങ്ങനെ നിന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും സംഭവം ചെയ്യാം. ഓക്കെ, ഇനി ആറാമത്തെ ഉപയോഗമാണ് കാണിച്ചതാണ്. ഈ സാധനം ഒന്ന് ഇങ്ങനെ ഒഴിവാക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇതേമാതിരി മറിച്ചിടാം. ഈ സാധനമാണ് നമ്മുടെ പരിപാടി. ഈ സാധനത്തിൽ എന്താ ചെയ്യുക, ചപ്പാത്തി പത്തിരി ഇതെന്തറിയോ, നമ്മള് ചപ്പാത്തി പറ്റിയാൽ ശരിയാവില്ല. നിങ്ങളോ അതുപോലെ ഉമ്മ ആരെയൊക്കെ വരണം, എന്നാലും അതിങ്ങനെ കറക്കിയിട്ട് വട്ടം കറക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾക്കത് പോലെ നല്ല ഇന്ത്യന്റെ മൂപ്പടൊക്കെ നിങ്ങൾക്ക് എന്തായാലും പെണ്ണുങ്ങൾ പരത്തുമ്പോ അതിന്റേതായ ഒരു വൃത്തി പൂരി എന്തോ ചെയ്യാൻ പറ്റും. വളരെ സംഭവം ചെയ്യാം. അപ്പൊ 6 ഉപയോഗങ്ങൾ ഞാൻ കാണിച്ചു. അപ്പൊ ഷിയാബേ, വീട്ടമ്മമാർക്കുള്ള 6 ഉപയോഗമുള്ള ഒരു സാധനം അടിപൊളിയാണ്, ക്ലാസ് ആണ്, ക്ലാസിക് ആണ്. അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടെ നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് 916. 916 ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനം തന്നെയാണ്. ഇതിന്റെ വില പറ ഷിയാബേ. വില പറഞ്ഞു 914 രൂപ.
ഷിയാബ് 916 അങ്ങനെയാണ് പോയിക്കാ. ഞാൻ കരഞ്ഞേക്കട്ടെ, ഏറ്റവും നല്ല മരം ഏതാ? ഏറ്റവും നല്ല മരം സംശയമില്ല തേക്ക് തന്നെ. തേക്കും വീട്ടിൽ നമ്മൾ ഈ പരിപാടിക്ക് പറ്റില്ല. അത് ഫുഡ് ഗ്രേഡ് അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മരങ്ങളാണ്. പിന്നെ പുളി, മഹാഗണി എന്ന കാര്യങ്ങൾ. മഹാഗണിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടങ്ങളെ. ഇതേ ഇത്രയും വലിയ പലക എടുത്തിട്ട് വേണം ഈ സാധനം ചെയ്യാൻ. ഈ റൗണ്ട് ഇങ്ങനെ ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഷേപ്പ് കിട്ടണം. വലിയ പലക കിട്ടിയാലേ നടക്കുള്ളൂ. മാത്രമല്ല ഈ കനമാണത്, 1 ഇഞ്ച് കനം കേട് വെച്ച് കിട്ടണം. പണി കഴിച്ചാണ്ട് വേറെ ചെറുതായിട്ട് ഉണ്ടായാലേ ഇതിന് വണ്ണം കുറച്ചാൽ അറിയാം, ഇത് ബെൻഡാവും. അപ്പൊ ഈ സാധനം നമ്മൾ 10 പരത്താൻ അതാണ് സംഭവം. നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ചെലവാണിത്. ഇത് ഏത് മരം ഉപയോഗിക്കാം. ഫുഡിന് ടച്ച് ഒന്നും ഇല്ലല്ലോ. ഇതിൽ ഉപയോഗിക്കുന്ന സാധനം കണ്ടെങ്കിൽ MS ആണ്. തുരുമ്പ് പിടിച്ച് കാണാൻ ഒരു വൈക്കാവും. അതെ, അത് മാത്രമല്ല ഇത് ചെറിയൊരു വീതിയുള്ള പലക മാത്രം മതി. ഏതും അങ്ങനെ കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളത് അങ്ങനെ പറ്റൂല. നമുക്ക് ഫുഡ് ഗ്രേഡാണ്. 10 പരത്തണം, പച്ചക്കറി കട്ട് ചെയ്യണം, ഇറച്ചി നമുക്ക് വീഴും. അപ്പൊ അതിനുള്ള നമുക്ക് ഒരു ക്വാളിറ്റി എന്തായാലും മാത്രമല്ല ഈ സാധനത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മരാവട്ടെ, ഇതാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ലീഫാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ളത്. ഇത് വീണ്ടും മൂർച്ചയാക്കി ഉപയോഗിക്കാം. കല്ലുമിട്ടാണ് അത് മൂർച്ചയാകാൻ കഴിയും. പിന്നെ ഇത് ഈ നാക്കിയ പറഞ്ഞ SS തുരുമ്പ് പിടിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഞാൻ നല്ല ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച നമുക്ക് കോംപ്രമൈസ് തയ്യാറല്ല. ആ രൂപത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ലാഭം എന്താ വെച്ചാൽ നമ്മുടെ കൂലി പൈസ. അതെ, അത്രയധികം നടക്കുള്ളൂ. അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചങ്ങായിമാരെ 916 രൂപയും നിങ്ങളുടെ അഡ്രസ്സും അയച്ചു തന്നാൽ ഈ ഒരു അടിപൊളി സാധനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരിക. അപ്പോൾ എന്താ അറിയോ, കൊറോണ സമയത്ത് ഒരുപാട് പ്രവാസികൾ നാട്ടിൽ വന്ന് കുടുങ്ങിയ കൂട്ടത്തിൽ കുടുങ്ങിയതാണ് നമ്മുടെ ഷിയാബ്. ഞങ്ങൾ ഒരുപാട് കാലത്തെ ബന്ധമാണ്. എൻ്റെ കൂടെ ചിലപ്പോൾ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷിയാബ് ബേസിക്കലി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബറാണ്. അപ്പോൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇതേമാതിരിയുള്ള ലൊക്കലൊടുക്ക് സാധനങ്ങളൊക്കെ കൂടിയായിട്ട് മൂപ്പരിങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ ഇപ്പം. പക്ഷേ ഈ ഒരു സാധനം കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷിയാബെ ഇത് 4 ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, 4 ആൾക്ക് ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ഉപജീവനാവുകയും ചെയ്യും, ഒരുപാട് പേർക്ക് ഉപകാരമാവും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലുള്ള പ്രവാസികളെ ചേർത്ത് പിടിക്കുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ച് സഹകരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളാണ് ഷിയാബ് തരുന്നത്. അപ്പോൾ ഈ സാധനം 100% വിശ്വാസപൂർവ്വം വാങ്ങിക്കുക എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.